സാറ് നമ്മുടെ ഈ വയനാട് ഗ്രൂപ്പിന്റെ ടീം ലീഡറാണ്. എനിക്ക് ചോദിക്കാനുള്ള സാറ്, വയനാട് ആലപ്പുഴയും തമ്മിൽ പെട്ടെന്നൊരു ഡിഫറൻസ് എന്താണ് കാണുന്നത്? അല്ല, വയനാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മൊത്തത്തില് പിന്നെ ഒരു ടൂറിസ്റ്റ് ഹബ്ബാണ്. ആലപ്പുഴയും സെയിമാണ്, പക്ഷെ രണ്ട് കാറ്റഗറിയാണ്. വയനാട് പ്രകൃതിയുമായി ഇണങ്ങിയിട്ടുള്ള ഒരു ടൂറിസം മേഖലയാണ്. പ്രകൃതിന്റെ വരദാനങ്ങളായിട്ടുള്ള സ്ഥലങ്ങളാണ് വയനാട്ടിലുള്ളത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ മറിച്ചാണ്. നമുക്ക് കായലും അതുപോലെ തന്നെ അത്തരം പ്രദേശങ്ങളിലൊക്കെ എൻജോയ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ്. രണ്ടായിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ നിന്ന് ഇവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴയ്ക്ക് ഒട്ടനവധി സമയങ്ങളിൽ വന്നിട്ടുണ്ട്, ഒരുപാട് തവണകൾ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും. പക്ഷെ തീർത്തും ഒരു പ്രാവശ്യം വന്ന് നമ്മൾ ഇതിനെ എക്സ്പ്ലോർ ചെയ്ത് പോയാൽ പിന്നെയും വരാനുള്ള ഒരു പ്രവണതയുണ്ട്. തീർച്ചയായിട്ടും ഉണ്ട്. അതിനുള്ള ഒരു സാഹചര്യം എപ്പോഴും നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്, വരലുമുണ്ട്. ഈ മരീന ഹോം സ്റ്റേ ഇവിടുത്തെ അങ്ങനെയല്ല, നമ്മളിപ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാടിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഞങ്ങള് വയനാട്ടുകാർക്ക് എപ്പോഴും പണ്ട് കാലത്ത്, ഇപ്പൊ അടുത്ത കാലം കഴിച്ചു കഴിഞ്ഞാൽ പണ്ട് കാലത്ത് നമുക്ക് ടൂറിസ്റ്റ് ഹോമുകളായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. അത് നമ്മളൊരു റൂം, അവിടെ വരുന്ന ആളുകൾ, ഗസ്റ്റുകളൊക്കെ ടൂറിസ്റ്റ് ഹോമിൽ ഒതുങ്ങി പിന്നെ അവിടെ നിന്ന് വയനാടിന്റെ കാഴ്ചകളൊക്കെ കണ്ടുപോയത്. പക്ഷെ അതിൽ നിന്നും മാറി ഇന്ന് ടൂറിസം മേഖല ഡെവലപ്മെന്റിന്റെ ഭാഗമായി കൊണ്ട് തന്നെ റിസോർട്ടുകൾ, ഒട്ടനവധി റിസോർട്ടുകൾ, അത് ഒന്നിനൊന്നിനൊന്നിനൊന്നിന് ഡെവലപ്മെന്റ് ആയിട്ടുള്ള റിസോർട്ടുകളുണ്ട്. നമ്മളൊരു ഫാമിലി വരുമ്പോൾ ഫാമിലിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും ചെയ്തു വെച്ചുള്ള റിസോർട്ടുകൾ ഉണ്ട്. തീർച്ചയായിട്ടും വയനാട്ടിലാണ്. വയനാട്ടിൽ ഒട്ടനവധി സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള റിസോർട്ടുകൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇന്ന് ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് നടക്കുന്നതും ഈ റിസോർട്ട് മേഖലയിൽ വയനാട്ടിലാണ്. അത്തരത്തിലുള്ള ഡെവലപ്മെന്റ് നമുക്ക് ആലപ്പുഴയിൽ ഉണ്ടായിട്ടില്ല. ആലപ്പുഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഇത്. പക്ഷെ ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വയനാട്ടിനെ കുറിച്ച് ആദ്യം പറഞ്ഞ ഒരു കാഴ്ചപ്പാടിൽ ആലപ്പുഴയിൽ നിൽക്കുമ്പോഴും ഞങ്ങൾ ഇപ്പൊ ഈ മറീന എന്ന് പറയുന്നിട്ടുള്ള ഈ ഒരു സംവിധാനം ഞങ്ങൾ മുൻകാലങ്ങളിൽ വന്നതിനേക്കാളൊക്കെ ഏറ്റവും നല്ല സൗകര്യവും നല്ല രീതിയിലുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് ഞങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമുള്ളത്. കാരണം നമ്മളോട് കാണിക്കുന്ന ഒരു കസ്റ്റമറോട് കാണിക്കുന്ന ഒരു സ്നേഹവും അതിലുപരി നിങ്ങളുടെ സ്വന്തം ആളുകൾ എന്നുള്ള നിലയിലേക്ക് പോകുന്ന ഒരു സംവിധാനവും നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്കത് നല്ല ഒരു എന്താ പറയാ, ഇവിടെ ഒരു താമസ സൗകര്യമൊക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത്. വൃത്തിയും കാര്യങ്ങൾ അതൊക്കെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങളാണ്. കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന നീറ്റ്നെസ്സിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ല, നമുക്ക് അതിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് നമുക്കറിയാലോ, ഇപ്പൊ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്ത് എന്നുള്ള നിലക്ക് തന്നെ ഇവിടുത്തെ ടൂറിസം സെക്രട്ടറി ആണ് നമുക്കിത് സെലക്ട് ചെയ്തത്. അത് അജയ് സാറാണ് ഇതിന്റെ സെലക്ട് ചെയ്യുന്നത്. അത് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇവിടുത്തെ ഒരു പൾസ് അറിയാം. അദ്ദേഹത്തിന് അതിലുപരി ഇവിടുത്തെ ഒരു കൾച്ചർ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അദ്ദേഹം സെലക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പൊ അതിനനുസരിച്ച് തന്നെ അതിന്റെ ഒരു ക്വാളിറ്റിയും ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഇതിനകത്ത് അറിയിക്കുന്നത്. ഓക്കെ.